രാഷ്ട്രീയ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടിരിക്കാൻ പറ്റില്ല, OTT-ൽ കണ്ടാൽ ബോറടിക്കും. പ്രണവ് മോഹൻലാലിൻ്റെ മേക്കപ്പിനെ കുറിച്ച് ആശങ്ക ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇതൊന്നും പറഞ്ഞത് ഞാനല്ല. ഇതെല്ലാം പറഞ്ഞതെന്ന് പറയുന്നത് ആവേശം എന്ന് പറയുന്ന സിനിമയുടെ കൂടെ റിലീസ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ നായകന്മാരിൽ ഒരാളായ ധ്യാൻ ശ്രീനിവാസനാണ്. അദ്ദേഹം സിനിമ റിലീസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആവേശവും വർഷങ്ങൾക്ക് ശേഷവും തമ്മിലുള്ള ദീർഘമായിട്ടുള്ള അങ്ങോട്ടുള്ള ഒരു ഓട്ടത്തിനിടയിൽ ഞങ്ങൾ തോക്കും, അതായത് വർഷങ്ങൾക്ക് ശേഷം തോക്കും, കളക്ഷൻ കൂടുതൽ നേടും, ആവേശത്തിനേക്കാളുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് നമ്മൾ വരുമ്പം നമുക്ക് ആദ്യം തന്നെ അതിനകത്ത് ധ്യാൻ പറഞ്ഞ കണക്കത്ത് ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാലിൻ്റെ മേക്കപ്പ് തന്നെയാണ്. അതായത് പ്രണവ് മോഹൻലാലിൻ്റെ മുഖത്തിന് പ്രായം കൊണ്ടുവരാൻ സാധിക്കാതെ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ മാത്രം കുറച്ച് പ്രായം വരുത്തി വെച്ച ഒരു ഫാൻസി ഡ്രസ്സിന് ഒരുങ്ങി നിൽക്കുന്ന ഒരാളെ പോലെ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ്റെ കാര്യവും ഒട്ടും മോശമല്ല. പക്ഷേ ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയ്ക്കകത്ത് ഒന്ന് ചുമച്ചും കുറച്ച് ക്ഷീണമൊക്കെ കാണിച്ചിട്ട് ഒരു പ്രായമായ ആളുടെ ലുക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കല്യാണി പ്രിയദർശൻ്റെ മേക്കപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും ഇതേ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു മേക്കപ്പിൻ്റെ മറ്റൊരു രീതിയാണ് കല്യാണിയിലും. കാര്യം വിനീത് ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നല്ല നല്ല സിനിമകളുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ കഥകളുടെ സ്റ്റോക്ക് ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയെ കൂടെ അദ്ദേഹം കാണിച്ചു വന്നിരിക്കുന്നത്. ഇതേ ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് കുറച്ച് നാളിന് മുമ്പ് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞത്, ചേട്ടൻ്റെ സിനിമകൾ വലിയ കഥയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല, ഏതെങ്കിലും ഒരു കഥ എടുത്തുകൊണ്ട് വന്ന് സിനിമയാക്കിയിട്ട് അതിനകത്ത് കുറച്ച് പാട്ടുകൾ, അദ്ദേഹത്തിന് അറിയാം എവിടെയൊക്കെ കുറച്ച് പാട്ടുകൾ ഉണ്ടാവണമെന്ന്, അങ്ങനെ കുറേ പാട്ടുകളൊക്കെ കയറ്റിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കി ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതാണ് ചേട്ടൻ്റെ ഒരു രീതി എന്ന് കുറച്ച് നാളിന് മുമ്പ് ഇതേ ധ്യാൻ ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ധ്യാൻ ഇപ്പോൾ പറഞ്ഞതാണ് അതിനകത്ത് അക്ഷരം പ്രതി ശരിയെന്ന് പറഞ്ഞത്. കാര്യം കാര്യം ഇപ്പം റിലീസ് ചെയ്ത് ഇത്രയും നാളുകൾ കഴിഞ്ഞ് ഇത്രയും ഏതാണ്ടൊരു ആദ്യം ഈ ധ്യാനെ പോലുള്ള ആൾക്കാരൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പല അടുത്ത് പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് സാമാന്യം തെറ്റില്ലാത്ത രീതിയിലുള്ള നല്ല കളക്ഷൻ നേടിയെന്നാണ് അവരുടെ അവകാശവാദം. ഇതിനിടയ്ക്ക് തന്നെ ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ഈ സിനിമ തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പം 15 കോടി രൂപയാണ് ഈ പ്രൊഡ്യൂസർ ചോദിച്ചതെന്നാണ് തമിഴ്നാട്ടിലെ ആൾ പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഇവിടുന്ന് പറഞ്ഞു കൊടുത്തത് മഞ്ഞുമൽ ബോയ്സ് അത്രയും കളക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത്, തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ 15 കോടിയൊക്കെ കേട്ടുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവിടെ വെച്ചേക്കാൻ. ഏതാണ്ട് 1 കോടി രൂപ പോലും കളക്ട് ചെയ്യാൻ സാധിച്ചില്ല വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഏതാണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ സിനിമയെക്കുറിച്ച് നമ്മൾ മൊത്തത്തിലെടുത്താൽ തന്നെ നമുക്കറിയാം എന്തിനായിരുന്നു ഈ സിനിമ, എന്തായിരുന്നു ഈ സിനിമയുടെ കഥയെന്ന് പറഞ്ഞാൽ. ഇതിപ്പം എനിക്കൊന്ന് വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ധ്യാൻ ശ്രീനിവാസന് ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു ഈ സിനിമയിൽ നിന്നതിൽ കഴിഞ്ഞ് ഈ സിനിമയ്ക്ക് മറ്റൊന്നുമില്ല. അതായത് ശരിക്കും പ്രണവിൻ്റെയും ധ്യാൻ്റെയും കൂടെ കഥ പോകുന്നു എന്ന് പറയുന്ന ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്കറിയുന്നത് എന്താണെന്ന്. അതായത് ഇടയ്ക്കൊന്ന് വീണുപോയ, അതായത് അതിനകത്ത് പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടറിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതിനകത്ത് ഇടയ്ക്കൊന്ന് വീണുപോയ പ്രശസ്തിയിൽ നിന്ന് ഒരു ഡയറക്ടർ തിരിച്ചു വീണ്ടും അദ്ദേഹത്തിൻ്റെ വിജയപാതയിലേക്ക് വരുന്നു. അതാണ് അതിനകത്ത് കാണിക്കുന്നത്. അത് ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം. അപ്പം നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഈ സിനിമയായിട്ട് സഹകരിക്കുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടറുമായിട്ടുള്ള കണ്ടിട്ടല്ല. ഈ ധ്യാൻ ശ്രീനിവാസൻ അതിനകത്ത് നിവിൻ പോളിക്ക് കടപ്പാടുണ്ടാവുന്നത് പോലും തന്നെ വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചെത്തിച്ച ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടറിനോടാണ്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഒരു സിനിമ ഉണ്ടാക്കി തിയേറ്ററിൽ വെച്ചു. ആൾക്കാർ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞ കണക്ക് പ്രണവ് മോഹൻലാലിനെ മുന്നിൽ നിർത്തിയിരുന്നുണ്ട്. ലാലേട്ടൻ ഫാൻസുകാർ കണ്ട് ഒരുപാട് സിനിമയെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിനാണ് സത്യത്തിൽ പ്രണവ് മോഹൻലാലിനെ കൊണ്ടുവന്നത്. കാര്യം അല്ല എങ്കിൽ ഈ കുറച്ച് വയസ്സ് തോന്നിക്കുന്ന രീതിയിലുള്ള ആളെ ആയിരിക്കണം ആ ഒരു ക്യാരക്ടറിലേക്ക് അവർ കാസ്റ്റ് ചെയ്യുക അല്ല സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. കാര്യം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രായമായ കാണിക്കുന്ന സമയത്തും വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ആരെങ്കിലും ഒരാളെ ആയിരുന്നു അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ നേടിക്കൊടുക്കുന്നത് ഇപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയ്ക്കകത്ത്. പിന്നെ അന്നും ഇന്നും പ്രണവ് മോഹൻലാലിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ ഫാൻസുകാർ കയറി അങ്ങ് ഏറ്റെടുക്കും. ഇപ്പോൾ പ്രണവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സ്വന്തമായിട്ടുള്ള യാതൊരുവിധ ആരാധകരും ഇല്ലാത്ത ഒരു താരമാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിന് അത് യാതൊരുവിധ സംശയവും. ഇതിപ്പോൾ നമ്മളിപ്പം ആരോടുമുള്ള ഇതിൻ്റെ കാര്യത്തിലല്ല പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഫാൻസും ഇല്ല. കാര്യം ഫാൻസ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല.
ലാലേട്ടൻ്റെ ഫാൻസുകാർ വന്നിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചോദിക്കും ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കാര്യം. ദുൽഖറിനും പൃഥ്വിരാജിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ പിതാവായ മമ്മൂട്ടിയെയും അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ പിതാവായ സുകുമാരൻ്റെയും ഇരട്ടിയുടെ ഇരട്ടി ഫാൻസ് പവർ ഉള്ള രണ്ട് ആൾക്കാരാണ് ദുൽഖറും പൃഥ്വിരാജും എന്ന് പറഞ്ഞാൽ. അപ്പം അവർക്കൊന്നും അവരുടെ അച്ഛൻ്റെ ബലത്തിലുള്ള ഫാൻസ് പവർ അല്ല അവർക്ക് ഇന്നുള്ളത്. കാര്യം ഇപ്പം മമ്മൂക്കയ്ക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ഒരു ഫാൻ സപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു ഫാൻസിൻ്റെ ഒരു പവറിലാണ് ദുൽഖർ എന്ന് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും യാതൊരുവിധ തർക്കവുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്താലും എവിടെ എടുത്താലും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ കാര്യം നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ സിനിമയിലെ കഥകളിലെയും കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പം ഒരു സിനിമയുടെ ഒരു റിവ്യൂ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ധ്യാൻ പറഞ്ഞ ഈ ഒരു കാര്യമാണ്. കാര്യം ഇപ്പോഴെങ്കിലും ധ്യാൻ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞ് ഇത് കേട്ടിട്ടെങ്കിലും വിനീത് ശ്രീനിവാസൻ ചിന്തിക്കണം, ഇനി ഇത്തരത്തിലുള്ള ഒരു സിനിമകൾ എടുത്ത് പ്രേക്ഷകന്റെ മുമ്പിൽ കൊണ്ടുവെക്കണം. കാര്യം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നല്ല പേരിൽ നിൽക്കുന്ന സമയമാണ്. വിനീത് ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാര്യമായിട്ടുള്ള പരാജയങ്ങളൊന്നും അദ്ദേഹത്തിന്റെ സിനിമ എടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇനി ഇത്തരത്തിലുള്ള, അതായത് ഇപ്പോൾ ഹൃദയം പോലുള്ള സിനിമയ്ക്കകത്ത് പ്രണവ് മോഹൻലാലിനെ കൊണ്ടുവന്നതിന് അത് തെറ്റില്ല. കാര്യം ഒരുവിധം ആവുന്ന രീതിയിൽ പ്രണവ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ലാലേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിലേക്ക് പ്രണവിനെ കൊണ്ടുവന്ന് മോശക്കാരനാക്കുക അല്ലെങ്കിൽ ട്രോള് ചെയ്യിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിനീത് ശ്രീനിവാസന് തന്നെയാണ്. കാര്യം ഏത് പ്രൊഡ്യൂസർ നിർബന്ധിച്ചാലും ഏത് കോ ആർട്ടിസ്റ്റ് നിർബന്ധിച്ചാലും വിനീത് പറയണമായിരുന്നു ഇത് പ്രണവിന് പറ്റുന്ന റോളല്ല, മറ്റൊരാളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാമെന്ന്. കാര്യം ഇതിപ്പം ഇത് ചെയ്യാനൊട്ട് പ്രണവിന് പറ്റിയതുമില്ല, ഏതൊരു നടനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോളുമായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് പ്രണവിൻ്റെ പരിചയക്കുറവ് കൊണ്ടോ പ്രണവിൻ്റെ മുഖത്ത് നമ്മൾ പറഞ്ഞ കണക്ക് ഒരു പ്രായം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെയാണ്. ഇപ്പം ധ്യാനും ശ്രീനിവാസനും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ കണക്ക് കുറച്ചൊന്ന് വളഞ്ഞിരുന്നത് കൊണ്ടും രണ്ട് ചുമച്ചത് കൊണ്ടും കുറച്ച് നരയിട്ടത് കൊണ്ടും ഒക്കെ ധ്യാൻ എനിക്ക് തോന്നുന്നു പ്രണവിനെക്കാട്ടിലും കുറച്ചുകൂടെ പ്രായം തോന്നിക്കുന്ന ഒരു ഫേസ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ധ്യാന് പോകാൻ സാധിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നമില്ലാതെ ധ്യാനും ഇതിനകത്ത് പറ്റിയൊരു റോളാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു സിനിമകൾ ഇനി പ്രേക്ഷകന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഇത്രയും നാൾ നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കിയിരുന്ന ഒരു ഡയറക്ടർ എന്നുള്ള വിനീത് ശ്രീനിവാസന്റെ പേര് അതോടുകൂടി പോയി കിട്ടും. ഇനി മറ്റുള്ളവരൊന്നും കളയണ്ട, അദ്ദേഹത്തിന്റെ അനുജൻ തന്നെ ഇതുപോലുള്ള ഏതെങ്കിലും ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഇങ്ങനെ തന്നെ പറയുമ്പം ആയിരിക്കും ചില ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ശരിയാണ്, കഴിഞ്ഞ കുറേ സിനിമകളിലെ വിനീത് എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് വിനീത് ശ്രീനിവാസൻ ഈ ഏതെങ്കിലും സിനിമകൾ ഇപ്പം 2 ദിവസം മുമ്പ് എവിടെയോ വായിച്ചു അദ്ദേഹം ഏതൊരു ആക്ഷൻ പടവും ഡയറക്റ്റ് ചെയ്യുന്നു. ശരിയായിട്ടുള്ള വാർത്തയാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു വാർത്ത എവിടെ കാണാൻ സാധിച്ചു, ഏതോ ഒരാൾ തിരക്കഥ എഴുതി വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പുതിയ രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് പിടിക്കുന്നതായിരിക്കും നല്ല. ഇനി ഇതുപോലത്തെ തട്ടിക്കൂട്ട് സിനിമകൾ കൊണ്ടുവന്ന് പാട്ട് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ സ്വീകരിച്ചെന്ന് വരത്തില്ല. അപ്പോൾ വിനീത് ശ്രീനിവാസനും ഇനി ഇത്തരത്തിലുള്ളൊരു സിനിമ ഉണ്ടാക്കി വെക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹത്തിനോടൊരു അഭ്യർത്ഥന മാത്രം. താങ്ക് യു.